Cozy Angels. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോസി ഏഞ്ചൽസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചെട്ടിക്കാട് പള്ളിയിൽ പോവാം. അപ്പോൾ ഒരു ദിവസം ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, നമുക്ക് കമ്മിങ് സൺഡേ ഏർലി മോർണിംഗ് നമുക്ക് ചെട്ടിക്കാട് പള്ളിയിൽ പോവാം, കുറേ ദിവസമായില്ലേ പോയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ പോവാം, ഏർലി മോർണിംഗ് പോയിട്ട് ഉച്ചയാകുമ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വരാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോയോണ്ടിരിക്കുക. അപ്പോൾ ചേട്ടനും ചേച്ചിയും മമ്മിയും അമ്മയും ഏടും സാറമോളും ഞാനും ആമിയുമാണ് ഉള്ളത്. ആദ്യം ബിനോയില്ല, അവർ രണ്ടുപേരും ഗോവയിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ചെട്ടിക്കാട് പള്ളിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടികളൊന്നും കാണാനില്ല കാര്യമായിട്ട്. എനിക്ക് തോന്നുന്നു ഇടവകയിലത്തെ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും. സൺഡേ അല്ലേ, സാധാരണ ട്യൂസ്ഡേ ദിവസങ്ങളിലാണ് ചെട്ടിക്കാട് പള്ളിയിലെ ആൾക്കാർ കൂടുതൽ വരാറ്. അപ്പോൾ ഞങ്ങളങ്ങനെ എത്തി. അപ്പോൾ കുർബാനയൊക്കെ തുടങ്ങി അവസാനിക്കാറായി. അപ്പോൾ ഞങ്ങൾ പുതിയ പള്ളിയിൽ കയറിയില്ല, പഴയ പള്ളിയിലാണ് ഞങ്ങളങ്ങനെ കയറിയിരിക്കുന്നത്. അപ്പോൾ പഴയ പള്ളിയിലും അങ്ങനെ കാര്യമായിട്ട് ആൾക്കാരൊന്നും കാണാനില്ല, ഇടവകയിലത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പുതിയ പള്ളിയിൽ ഫില്ല് ചെയ്യാവുന്ന ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങളത് പഴയ പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. പഴയ പള്ളിയിൽ കയറി. അവിടെ നമുക്കാണെങ്കിൽ കുർബാന ലൈവായിട്ട് അവർ പോകുന്നുണ്ട്, ടി വിയിൽ കാണാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടി വിയിൽ ലൈവായിട്ട് കുർബാന കാണുവാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളാണെങ്കിൽ അവിടെ മെഴുതിരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കത്തിക്കാനായിട്ട്. അപ്പോൾ പഴയ പള്ളിയിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളങ്ങനെ മെഴുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് പുതിയ പള്ളിയുടെ ഫ്രണ്ടിലെ ആ തിരിയൊക്കെ കത്തിക്കുന്ന സ്ഥലമുണ്ട്, അവിടേക്കാണ് പോയോണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴേക്കും സാറുമൊക്കെ എണീറ്റ് ഉഷാറായി. ആമി എണീറ്റേ ഇല്ല. അപ്പോൾ ചേട്ടൻ്റെ കയ്യിലാണ് ആമി ഉള്ളത്, ഞാനാണിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും മെഴുതിരി കത്തിച്ച് ഓരോ മെഴുതിരിയായിട്ട് കത്തിക്കുന്നത്. സാധാരണ കുറേ സ്ഥലത്തൊക്കെ പോയി എല്ലാം കൂടി ഒരുമിച്ച് കത്തിച്ച് അങ്ങനെ ഇടും. ഞങ്ങൾ ഓരോ മെഴുതിരി കത്തിച്ച് കുത്തി വെക്കുമായിരുന്നു, തിരക്കില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് സമയം എടുത്ത് ചെയ്തുകൊണ്ടും പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ മെഴുതിരി കത്തിച്ച് പള്ളിയുടെ ഉള്ളിലേക്ക് കയറുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ട്, ആരും ഇല്ലയെന്ന് പറയാം. ഇടവകയിലത്തെ ആൾക്കാരെല്ലാവരും അവരവരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ട് തിരക്കൊന്നുമില്ലാതെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം നേരം അവിടെ ഇരുന്നു. എല്ലാ രൂപങ്ങളുടെ അടുത്തേക്ക് പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇനി വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവിടുന്ന് ഇറങ്ങി. അപ്പോൾ അവിടെയാണെങ്കിൽ അങ്ങനെ വേറൊന്നും കാര്യമായിട്ട് കാണാനില്ല. ഒരു സ്റ്റോളുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ രൂപങ്ങളും അതുപോലെ മെഴുതിരിയും കൊന്തയും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മിയുടെ കൊന്തയാണെങ്കിൽ ആമി വലിച്ച് പൊട്ടിച്ച്. അപ്പോൾ മമ്മിക്ക് അവിടെ നിന്ന് 2 കൊന്ത വാങ്ങി. ഇനി ഒരെണ്ണം പൊട്ടിച്ചാൽ അടുത്ത് ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് 2 കൊന്ത വാങ്ങി ഞങ്ങളങ്ങനെ വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പായതുകൊണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തീരാറായപ്പോഴാണ് വീഡിയോ എടുത്തില്ല എന്ന് ഓർത്ത്. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു വീഡിയോ അവിടെ നിന്ന് എടുത്ത് പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി. അപ്പോൾ ആക്കാരൻ്റെ പുഴയുടെ സൈഡിൽ നമുക്ക് 1 മണിക്ക് ആകുമ്പോൾ അവർ ഓപ്പൺ ആക്കാം. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഇപ്പോൾ ഞങ്ങൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് എനിക്ക് ഒരു 10-11 മണി ആയിട്ടുണ്ട്, അത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇനിയും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ അത് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഫ്രം കോസി ഏഞ്ചൽസ്. Cozy Angels.